കഴിയുന്നില്ല. അവരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നില്ല. നമ്മുടെ നിൽക്കുന്ന 3 പേരും ഒറ്റയ്ക്കാണ്. സമീപത്തെ നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് വധശ്രമ കേസിൽ BJP കൗൺസിലറെ അറസ്റ്റ് ചെയ്യാനെത്തിയപ്പോഴുള്ള നാടകീയ രംഗങ്ങളാണ് ഇപ്പോൾ കണ്ടത്. ഇന്നലെ രാത്രി വീട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കവേ സ്ഥലത്ത് BJP പ്രവർത്തകർ വളഞ്ഞതോടെ CI ആകാശത്തേക്ക് വെടിവെച്ച ശേഷമാണ് പ്രതി സുഗതനെ കസ്റ്റഡിയിലെടുത്തത്. അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസുകാരെ ആക്രമിച്ചത് ഇയാൾക്കെതിരെ കേസെടുത്തു. സുഗതനെ അറസ്റ്റ് ചെയ്യുന്നതിനിടെ മർദ്ദനമേറ്റ വട്ടിയൂർക്കാവ് CI ബിപിൻ, SI അഭിജിത്ത് എന്നിവർക്ക് മെഡിക്കൽ കോളേജിൽ വിദഗ്ധ ചികിത്സ നൽകും. സുഗതനെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാപ്പ ചുമത്ത് ജില്ലാ കളക്ടർ കരുതൽ തടങ്കലിലാക്കാൻ നിർദ്ദേശിച്ച ആളാണ് സുഗതൻ. പോലീസ് ഭീകരാന്തരീക്ഷം ഉണ്ടാക്കിയെന്നും പ്രായപൂർത്തിയാകാത്ത മകനെ അടക്കം മർദ്ദിച്ചെന്നും സുഗതൻ ആരോപിക്കുന്നു. ഇന്ന് കോടതി ഹൈക്കോടതിയിൽ അതിന് നമ്പറിട്ട് കേസ് കിടക്കുമ്പോ വെടിവെച്ചു എന്റെ കൊച്ചിനെ മയനായിട്ട് കൊച്ചിനെ അടിക്കുകയും ചെയ്തു. വിവരങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട്. സാരംഗ്, എന്തായാലും ഇന്നലെ വളരെ നാടകീയമായ സംഭവവികാസങ്ങളാണ് രാത്രിയിൽ കണ്ടത്. സംഘർഷാവസ്ഥ, അതിനുശേഷം അതിനിടെയാണ് പോലീസ് ആകാശത്തേക്ക് വെടിവെക്കുന്ന സാഹചര്യം. പിന്നീട് സുഗതനെ കസ്റ്റഡിയിലെടുക്കുന്നു. അതായത് ഈ സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നുവെന്നും അത് മറികടക്കാനാണ് ആകാശത്തേക്ക് വെടിവെച്ചതെന്നുമാണ് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുന്നത്. ഇപ്പോഴും BJPയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധമുണ്ടോ? പ്രത്യേകിച്ചും ഇന്നലെ സുഗതൻ തന്നെ പറഞ്ഞിരുന്നു, മകനെ മർദ്ദിച്ചു, മാത്രമല്ല താൻ രോഗാവസ്ഥയിലാണ്, അതുപോലും വകവെച്ചുകൊണ്ടാണ് പോലീസ് ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നതെന്ന്. അങ്ങനെ ആകാശത്തേക്ക് വെടിവെക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നോ? ടോമ, കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ ഒരു കേസ് എന്ന് പറയുന്നത് 1 മാസം മുൻപേ വട്ടിയൂർക്കാവ് പരിസരത്തെ ഒരു ക്ഷേത്രോത്സവവുമായി നടന്ന ഒരു സംഘർഷവും അതോട് ചേർന്ന് നടന്ന ഒരു വധശ്രമവുമായി ബന്ധപ്പെട്ടാണ് ഈ കൗൺസിലർക്ക് നേരെ കേസും ഒപ്പം തന്നെ അറസ്റ്റിലേക്കും കാര്യങ്ങൾ കടന്നത്. അതിനുവേണ്ടി മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി ഈ സുഗതൻ ഹൈക്കോടതിയെ വരെ സമീപിച്ചിരുന്നു. പക്ഷേ അത് തള്ളുകയായിരുന്നു. പിന്നീടാണ് പോലീസ് ഹാജരാക്കാൻ വേണ്ടി നോട്ടീസ് നൽകുകയും പക്ഷേ അത് മറികടന്നുകൊണ്ട് ഒളിവിലാവുകയായിരുന്നു ഇദ്ദേഹം. അങ്ങനെ ഈ ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിലേക്ക് രാത്രി പോലീസ് എത്തുകയായിരുന്നു. തുടർന്നാണ് ഈ ഒരു അറസ്റ്റ് തടയാൻ വേണ്ടി കുടുംബവും ഒപ്പം സുഗതനും കായികമായി പോലീസിനെ നേരിട്ടു എന്നാണ് പോലീസ് അറിയിക്കുന്നത്. മാത്രമല്ല ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കാൻ വേണ്ടി പോലീസിനെ അനുവദിക്കില്ല എന്ന തരത്തിലേക്ക് BJP പ്രവർത്തകരും വീടിന് ചുറ്റും വളയുകയും തുടർന്ന് പോലീസിനെ തടഞ്ഞു വെക്കുന്ന സാഹചര്യം വന്നു. പിന്നീട് സുഗതൻ തന്നെ പോലീസിനെ ആക്രമിക്കുകയും ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത്. ആ ദൃശ്യങ്ങളടക്കം പുറത്തേക്ക് വന്നിരുന്നു. ഇതിനായാലും ഈ ഒരു കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് കണ്ടപ്പോഴാണ് പോലീസ് SHO ആയിട്ടുള്ള വിപിൻ ആകാശത്തേക്ക് വെടിവെക്കുന്നത്. തുടർന്നാണ് ഈ സംഘർഷാവസ്ഥയെ അയവ് വരികയും പ്രവർത്തകരടക്കം ഇവിടെ നിന്ന് മാറിപ്പോവുകയും ചെയ്തത്. അതിനുശേഷം മാത്രമാണ് സുഗതനെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും തുടർന്ന് അവിടെ നിന്ന് വൈദ്യപരിശോധനയ്ക്കായി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കമ്മീഷണർ അടക്കം പ്രതികരണം നടന്നിരുന്നു. നമ്മൾ നേരത്തെ കേട്ടതാണ്. ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അടക്കം പറഞ്ഞത് ഈ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസ് കൃത്യമായി കൃത്യനിർവഹണം നടത്തുകയായിരുന്നു. മാത്രമല്ല ഈ ഒരു ആത്മവീര്യം ചോരുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ മാറ്റി നിർത്തണമെന്നടക്കം പറയുന്നു. കാരണം കുട്ടിക്ക് നേരെ തോക്ക് ചൂണ്ടി ഒപ്പം ഭാര്യയെ ഉപദ്രവിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങൾ കുടുംബവും സുഗതനവും തുടക്കം തന്നെ ഉയർത്തിയിരുന്നു. പക്ഷേ അതെല്ലാം പോലീസ് തള്ളുകയായിരുന്നു. കാരണം പോലീസിന് നേരെ വലിയ രീതിയിൽ മർദ്ദനം അല്ലെങ്കിൽ പോലീസിനെ ഉപദ്രവിക്കുന്ന തരത്തിലേക്ക്
കാര്യങ്ങൾ എത്തുകയും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം പോലീസിന് നേരെ കായികമായി സുഗതനെ ഉപദ്രവിക്കുകയും ഒപ്പം പോലീസിൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തതിൻ്റെ പേരിൽ മറ്റൊരു കേസ് കൂടി ഇയാൾക്കെതിരെ ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. ഇയാളൊരു കാപ്പ കേസ് പ്രതിയാണ്. ഒപ്പം തന്നെ നിരവധി ക്രിമിനൽ കേസുകളിൽ ഇയാൾ പ്രതിയുമാണ്. അതുകൊണ്ട് തന്നെ പോലീസുമായി നിരന്തരമായി മുൻപും സംഘർഷം ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു തുടർച്ചയാണ്. ആ ഒരു തുടർച്ചയുടെ ഭാഗമായിട്ടാണ് പോലീസിന് നേരെ സുഗതൻ ഇത്തരത്തിലൊരു കായികമായി പോലീസിനെ നേരിടാനുള്ള ശ്രമം നടത്തിയത്. എന്തിനായാലും ഇയാളെ ബലമായി തന്നെയാണ് ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. നമുക്കറിയാം, ഈ ആകാശത്തേക്ക് വെടിവെച്ചുകൊണ്ട് ഒരു സംഘർഷാവസ്ഥ പരിഹരിക്കുക അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ പോലീസ് അങ്ങനെ മുതിരാറില്ല, പ്രത്യേകിച്ച് കേരളത്തിലെ പോലത്തെ ഒരു സാഹചര്യത്തിൽ. പക്ഷേ കഴിഞ്ഞ ദിവസം SHO അടക്കം ഈ ഒരു ശാരീരികമായി ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴാണ് ഇങ്ങനെ കടുത്ത നടപടികളിലേക്ക് പോലീസ് കടന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ടോം, എന്തായാലും സാധനങ്ങളിലേക്ക് വരാം. കാരണം പ്രദേശത്ത് സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നുവെന്നും അത് മറികടക്കാനാണ് ആകാശത്തേക്ക് വെടിവെച്ചതെന്നുമാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുന്നത്. പോലീസുകാർ ആക്രമിച്ചെന്ന പ്രതിയുടെ ഭാര്യയുടെ പരാതിയടക്കം പരിശോധിക്കുമെന്നും കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിയെ പിടിക്കാൻ പോയ സ്ഥലത്തിൽ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വട്ടിയൂർക്കാവ് ഇൻസ്പെക്ടർ ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ട് എയറിൽ ഒരു റൗണ്ട് ഫയർ ചെയ്തതായിട്ടാണ് മനസ്സിലാക്കുന്നത്. പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത്. ഡീറ്റെയിൽ റിപ്പോർട്ട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ACP അടുത്തുനിന്ന്. അപ്പോൾ പിന്നെ പ്രതിയെ പിടിക്കുകയും മെഡിക്കൽ നടത്തി പ്രതിയെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാനിപ്പോൾ അറ്റ് പ്രസന്റ് മനസ്സിലാക്കുന്നത്. പോലീസുകാർക്ക് പരിക്കുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവരും ചികിത്സ തേടിയിട്ടുണ്ട്. ബാക്കി വിശദമായിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് വരുമ്പോൾ അതെല്ലാം പരിശോധിക്കാം. ഓക്കെ സർ, ഇവരുടെ ഇഞ്ചുറി എങ്ങനെയുണ്ട്? സിയുടെയും SIയുടെയും ഇഞ്ചുറി എങ്ങനെയുണ്ട്? ആ കാര്യം ഞാൻ അതൊന്ന് വിലയിരുത്തണം. ഓക്കെ, അദ്ദേഹം ചികിത്സ നേടിയിട്ടുണ്ട്. അതിന്റെ പരുക്കിന്റെ ഗുരുതരാവസ്ഥയാണ്. അല്ല എന്താണെന്ന് റിപ്പോർട്ട് വരണ മുറിക്ക് പറയാം. സാരംഗിലേക്ക് വീണ്ടും സാരംഗ്, എന്തായാലും ഇത് BJP ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ടോ? അങ്ങനെ വീട്ടിൽ കയറി ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് ഈ കൗൺസിലർ സുഗതനെ അറസ്റ്റ് ചെയ്തതെന്നാണ് BJP ഉന്നയിക്കുന്ന ആരോപണം. പക്ഷേ പോലീസ് ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കും. മാത്രമല്ല, ആകാശത്തേക്ക് വെടിവെച്ചത് അത് ന്യായമായ ഒരു കാര്യമായിരുന്നു. കാരണം അത്രയധികം ഒരു സംഘർഷാവസ്ഥ അവിടെ നിലനിന്നിരുന്നു എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. വധശ്രമ കേസിലാണ് നിലവിൽ സുഗതനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ ഈ കാപ്പ ചുമത്താൻ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ച വ്യക്തി കൂടിയാണ് ഇയാൾ. അതായത് ഈ വധശ്രമ കേസിനപ്പുറം കൂടുതൽ ക്രിമിനൽ കേസുകൾ പ്രതിയാണോ? ഇനി എന്തായിരിക്കും പോലീസിൻ്റെ അടുത്ത നീക്കം? ഈ കാപ്പ ചുമത്താനുള്ള നിർദ്ദേശം കളക്ടറുടെ ഭാഗത്തുണ്ടായിരുന്നു. അത്തരമൊരു കടുത്ത നടപടി ഉണ്ടാകുമോ? ടോം, തീർച്ചയായും. കാരണം പോലീസുമായി നിരന്തരം ഇയാൾ ഏറ്റുമുട്ടലിൽ എത്തിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു. അതിനുശേഷമാണ് BJP ഇതിൽ മത്സരിക്കുകയും തുടർന്ന് കൗൺസിലർ ആവുകയും ചെയ്തത്. പക്ഷേ അതിന് മുൻപും ശേഷവും പോലീസുമായി പല കേസുകളിലും ഇയാൾ പോലീസുമായി നേരിട്ട് വാക്കുതർക്കത്തിലേക്ക് അടക്കം എത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി ഈ ബിപിൻ എന്ന് പറയുന്ന SHOവുമായി നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ അവിടെ നിന്നും ഇദ്ദേഹം അവധിയിൽ പ്രവേശിച്ചിരുന്നു. ആ അവധി കഴിഞ്ഞ് തിരിച്ചെത്തിയ സമയത്താണ് ഈ ഒരു കേസ്, അതായത് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയും ഇയാൾ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നിർദ്ദേശം വരികയും കോടതിയുടെ ഭാഗത്തു നിന്ന് വരികയും ചെയ്തത്. അങ്ങനെയാണ് ഈ കേസിലേക്ക് ഈ SHO വീണ്ടും എത്തുകയും തുടർന്ന് രാത്രി ഇയാൾ വീട്ടിൽ തന്നെ ഉണ്ട് എന്നൊരു രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീട്ടിലേക്ക് എത്തുകയും പക്ഷേ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു കുടുംബത്തിന് നീക്കം പിന്നീട് ആ ബഹളം കേട്ട് നാട്ടുകാരും പാർട്ടി പ്രവർത്തകരും അങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തത്. പക്ഷേ ഇതിൽ വ്യക്തമായി പറയേണ്ടത് ഒരു ക്രിമിനൽ പശ്ചാത്തലം ഇയാൾക്കുണ്ട് എന്ന് തന്നെയാണ് പോലീസ് ആവർത്തിച്ച് പറയുന്നത്. ഇതിന് മുൻപും ഇത്തരത്തിലുള്ള കേസുകൾ ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, വധശ്രമ കേസാണ് മുൻപ്, അതായത് ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ട ഒരു സംഘർഷവും അതുമായി ബന്ധപ്പെട്ട ഒരു വധശ്രമവുമായി ബന്ധപ്പെട്ട കേസാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. സ്വാഭാവികമായി ജാമ്യാപേക്ഷ തള്ളുമ്പോൾ അത് അറസ്റ്റിലേക്കും പിന്നീട് SHOയുടെ മുൻപാകെ അടക്കം ഹാജരാക്കാനുള്ള നിർദ്ദേശം ലഭിച്ചിരുന്നു. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് ഒളിവിൽ കഴിയുന്നതിനിടയിലാണ് ഈ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിലേക്ക് എത്തുകയും ഈ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നും ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ലഭിച്ച പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ് പോലീസ് ആവശ്യമായ രീതിയിൽ തന്നെയാണ് ഈ ഒരു കടുത്ത കാര്യങ്ങളിലേക്ക് കടന്നത്. കാരണം SHOയെ കഴുത്തിന് പിടിച്ച് തള്ളി, മാത്രമല്ല മറ്റ് പോലീസുകാരെയും ഉപദ്രവിച്ചു,
അറസ്റ്റ് യാതൊരു വിധത്തിൽ നടത്താൻ വേണ്ടി പോലീസിനുമായി യാതൊരുവിധ സഹകരണത്തിലേക്ക് കുടുംബവും ഈ സുഗതനും എത്തിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റ് ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നാൽ തന്നെ വ്യക്തമാണ്. അദ്ദേഹം വീട്ടിന് പുറത്തേക്ക് ഇറങ്ങി അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം അടക്കം നടത്തിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. അവിടെ പോലീസുമായി വലിയ രീതിയിലുള്ള ഒരു കായികമായിട്ടുള്ള ഒരു സംഘടന ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. അതിനുശേഷമാണ് പോലീസ് ഈ കൂടി നിൽക്കുന്ന പ്രവർത്തകരെയും നാട്ടുകാരെയും ഇവിടെ നിന്നും മാറ്റാൻ വേണ്ടി ആ ഒരു സാഹചര്യം സമവായത്തിലേക്ക് എത്താൻ വേണ്ടി ആകാശത്തേക്ക് വെടിവെച്ചത്. അതിനെ ആഭ്യന്തരമന്ത്രി അടക്കം ഒട്ടും തെറ്റായൊരു നടപടി എന്നല്ല ഇന്ന് പ്രതികരണം ഉണ്ടായത്. മാത്രമല്ല കൃത്യമായി, അതായത് പോലീസിന്റെ മനോവീര്യം തകർക്കുന്ന രീതിയിലേക്ക് എന്ത് നടപടി ഉണ്ടായാലും അതിൽ കർശനമായ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് പറഞ്ഞത്. ഒരു കൗൺസിലർ എന്നൊരു ഇളവ് ഈ ഒരു കാര്യത്തിൽ ഉണ്ടാവില്ല. കാരണം വധശ്രമ കേസാണ്, ഹൈക്കോടതി ജാമ്യാപേക്ഷ അടക്കം തള്ളിയതാണ്. അതുകൊണ്ട് നിയമത്തിന്റെ യാതൊരുവിധ ആനുകൂല്യം ലഭിക്കാത്ത സ്ഥിതിക്ക് അറസ്റ്റിലേക്ക് കടക്കുക എന്ന് തന്നെയാണ് പോലീസിന് മുൻപിൽ ഏക ഉപാധി അല്ലെങ്കിൽ ഏക വഴി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കേസിനൊപ്പം തന്നെ ഇപ്പോൾ പോലീസിനെ ആക്രമിച്ച കേസ് കൂടി ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. അതിൽ ഒന്നാം പ്രതിയാണ്. മാത്രമല്ല അനുജനെയും രണ്ടാം പ്രതിയായി ചേർത്തുകൊണ്ടാണ് ഈ കേസിൽ ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ ഇയാളെ പ്രതി ചേർത്തിട്ടുള്ളത്. ആ കേസ് കൂടി ഇപ്പോൾ സുഗതന്റെ മുകളിൽ ചുമത്തിയിട്ടുണ്ട്. ഇത് രാഷ്ട്രീയ കക്ഷികളും ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം ഒരു കൗൺസിലറെ, ഒരു സുപ്രധാനപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി ഇത്തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലവും ക്രിമിനൽ പ്രവർത്തികളിലും ഇടപെടുമ്പോൾ അത് ആ വാർഡിലെയും മറ്റ് പ്രവർത്തനങ്ങളെ, അതായത് ജനാധിപത്യ പ്രക്രിയയെ തന്നെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് നടപടികളിലേക്ക് ഇപ്പോൾ കൗൺസിലറുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ അല്ലെങ്കിൽ അത് ന്യായീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ഇതിനു മുൻപ് മലമുകളിൽ ഒരു സംഘർഷം ഉണ്ടായ സമയത്തടക്കം BJP പ്രവർത്തകനെ പിന്തുണച്ചുകൊണ്ടായിരുന്നു സംസ്ഥാന നേതൃത്വവും ഒപ്പം ജില്ലാ നേതൃത്വവും മുന്നോട്ട് വന്നിരുന്നത്. അതിലെ പോലീസിന്റെ ഭാഗത്ത് മാത്രമാണ് തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ആ നാട്ടുകാരടക്കം ഇതിനെതിരെ BJP നേതൃത്വത്തിനെതിരെ ഒരു നിലപാടെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ സമയത്ത്, അതായത് പോലീസ് നടപടിയെ എങ്ങനെ ന്യായീകരിക്കും അല്ലെങ്കിൽ പോലീസ് നടപടി ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു രീതിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ ജില്ലാ നേതൃത്വം അടക്കം എത്തിയിരിക്കുന്നത്. പക്ഷേ കൂടുതൽ പ്രതികരണം ലഭ്യമായിട്ടില്ല. എന്തിനായാലും ഈ ഒരു രണ്ട് കേസുമായി മുന്നോട്ട് തന്നെ പോകും. തീർച്ചയായും ഒരു ജനപ്രതിനിധിയാണ് പിടികൂടിയിരിക്കുന്നത്. പക്ഷേ ആഭ്യന്തരമന്ത്രി ഈ സുഗതനെ വിശേഷിപ്പിച്ചത് ഗുണ്ട എന്നാണ്. ഇതുപോലെ ഗുണ്ടായിസം കാണിക്കുന്നവർ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ അവസാനിപ്പിക്കാൻ എന്ന രീതിയിലുള്ള ഒരു പരാമർശമായിരുന്നു ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തുണ്ടായത്. മാത്രമല്ല ഒരു കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക, പോലീസിന് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക, അവർ നിയമം നടപ്പാക്കാൻ വേണ്ടി പോയതാണ്. കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് അത്തരമൊരു ആക്ഷനിലേക്ക് പോലീസ് കടന്നത് പോലും. പക്ഷേ പോലീസിനെ ആക്രമിക്കുന്നു. അത് സുഗതം മാത്രമല്ല, 4 പേർ ചേർന്നാണ്. സാരമായ പരിക്കേറ്റു പോലീസ് ഉദ്യോഗസ്ഥർക്ക്. സ്വാഭാവികമായും അത്തരം നടപടി ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഈ പോലീസിനെ ആക്രമിച്ച കേസിൽ കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കുമോ? തീർച്ചയായും. കാരണം ടോം, ഈ ഒരു വിഷയത്തിൽ നാട്ടുകാരും ഒപ്പം BJP പ്രവർത്തകരടക്കം അവിടെ എത്തിച്ചേർന്നിരുന്നു. മാത്രമല്ല പോലീസിന്റെ കയ്യിൽ കൃത്യമായ ദൃശ്യങ്ങളുണ്ട്. കാരണം ഈ പിടികൂടാൻ അല്ലെങ്കിൽ പോലീസിനെ തടയാനെത്തിയവർ തന്നെ പകർത്തിയ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും ഒപ്പം നമുക്കും ലഭിച്ചിട്ടുണ്ട്. മാധ്യമങ്ങൾ വഴിയും ഇത് പ്രചരിച്ച സ്ഥിതിക്ക് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് അനുജനിലും ഇയാളിലേക്ക് സുഗതനിലും മാത്രമായി കേസ് ഒതുങ്ങാൻ സാധ്യതയില്ല. മാത്രമല്ല ഈ പോലീസിനെ ഇവിടെ നിന്നും പോകാൻ അനുവദിക്കാത്തതും ഒപ്പം പോലീസിനെ തടഞ്ഞു വെച്ചതായിട്ടുള്ള ഗുരുതരമായ കുറ്റകൃത്യമായതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതികൾ ഇതിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കണ്ടാലറിയാവുന്ന അവിടെ കൂടി നിന്ന ആൾക്കാരിലേക്ക് കേസ് എത്താനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക, ഒപ്പം തന്നെ പോലീസിനെ അപായപ്പെടുത്താൻ ശ്രമം, ഒപ്പമുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കൂടുതൽ കർശനമായ നടപടികളിലേക്ക് പോലീസ് പോകാനുള്ള സാധ്യത ഇപ്പോഴുമുണ്ട്. കാരണം പോലീസ് കമ്മീഷണറുടെ ഭാഗത്തു നിന്നും ഒപ്പം ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നും പോലീസ് നടപടിയെ തീർത്തും ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് അവരുടെ രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല പോലീസിന് പരിക്ക് പറ്റിയെന്ന് അടക്കം പറയുമ്പോൾ അതിൽ ഒരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നതിൽ പോലീസിന് യാതൊരുവിധ ഉദാസീനതയും ഉണ്ടാകാൻ സാധ്യതയില്ല. കൂടുതൽ പേരിലേക്ക് തന്നെ കേസെത്തും. അത് ദൃശ്യങ്ങളടക്കം പരിശോധിച്ചതിന് ശേഷമായിരിക്കും അതിലേക്ക് കടക്കുക. കാരണം അവിടെ എത്തിച്ചേർന്നവർ, ആ രാത്രി അവിടേക്ക് എത്തിച്ചേർന്നവർ, പോലീസിനെ ഉപദ്രവിച്ചവർ അല്ലെങ്കിൽ പോലീസിനെ തടഞ്ഞു വെച്ചവർ അടക്കമുള്ള കൂടുതൽ പേരിലേക്ക് കേസെത്താൻ സാധ്യതയുണ്ട്. അതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത് കുടുംബത്തിന് ഉപദ്രവിച്ചു എന്നൊരു ഭാഗം കൂടി, അതായത് ഭാര്യയെയും കുട്ടിയെയും വീട്ടിനകത്ത് അതിക്രമിച്ച് കയറിക്കൊണ്ട് ഉപദ്രവിച്ചു എന്നൊരു ഭാഗം കൂടി കുടുംബം ആരോപിക്കുന്നുണ്ട്. അർദ്ധരാത്രി കയറി വന്ന് കൃത്യമായ നിയമ നടപടികൾ പാലിക്കാതെയാണ് പോലീസ് അതിക്രമം കാണിച്ചത്. ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് പ്രവർത്തകരും ഒപ്പം നാട്ടുകാരും ഇവിടേക്ക് എത്തിക്കൊണ്ട് പോലീസിന്റെ ഈ ഒരു നടപടിയെ ചോദ്യം ചെയ്ത് എന്നാണ് കുടുംബം പറയുന്നത്. ഇപ്പോൾ ഭാര്യ ആറ്റുകാൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വെർഷൻ, അതായത് കുടുംബത്തിന്റെ ഒരു ആരോപണം കൂടി നിലനിൽക്കുന്ന സ്ഥിതിക്ക് പോലീസ് കൃത്യമായ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് കടക്കുക. കേട്ടോ, വ്യക്തമാണ്. എന്തായാലും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇന്നലെ ഈ BJP കൗൺസിലർ സുഗതനെ അറസ്റ്റ് ചെയ്യാൻ എത്തിയപ്പോൾ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. വീട്ടുകാരുടെ നേതൃത്വത്തിൽ
ആദ്യം പ്രതിരോധിക്കാൻ ശ്രമിച്ചു. പിന്നീട് BJP പ്രവർത്തകർ വരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരെ പോലും BJP പ്രവർത്തകർ ഈ കൗൺസിലർ സുഗതനും ചേർന്ന് ആക്രമിക്കുന്നു. ബലപ്രയോഗത്തോടു കൂടിയാണ് സുഗതനെ വീട്ടിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അതിനിടെ പോലീസുകാരെ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ സാഹചര്യം പിന്നീട് പാർട്ടി പ്രവർത്തകർ സംഘടിച്ചപ്പോൾ പോലീസിന് ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വന്നു. കാരണം അത്രയധികം ഒരു ഭീകരാവസ്ഥ അവിടെ ഉണ്ടായിരുന്നു, ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു. അത് മറികടക്കാൻ വേണ്ടിയാണ് ആകാശത്തേക്ക് വെടിവെച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നതും. എന്തായാലും കടുത്ത നടപടിയിലേക്ക് നീങ്ങുകയാണ്. കാപ്പ ചുമത്താൻ ഇയാൾക്കെതിരെ, ഈ സുഗതനെതിരെ കാപ്പ ചുമത്താൻ നേരത്തെ ജില്ലാ കളക്ടറുടെ നിർദ്ദേശമുണ്ടായിരുന്നു. ഒരുപക്ഷെ അത്തരം നടപടികൾ ഉണ്ടായേക്കും. അങ്ങനെയെങ്കിലും ഈ കൗൺസിലർ പദവി, കാരണം ഇനി ദീർഘകാലം മാസങ്ങളോളം സുഗതൻ ഒരുപക്ഷെ ജയിലിൽ കിടക്കേണ്ടി വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ, കാപ്പ ചുമത്തുന്ന നടപടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് കൗൺസിലിൽ പങ്കെടുക്കുന്ന കാര്യത്തെയടക്കം ബാധിക്കാം. സ്വാഭാവികമായും മറ്റ് നടപടികൾ, BJP ഭരിക്കുന്ന കോർപ്പറേഷനാണ്. അതുകൊണ്ട് തന്നെ ഒരു ആ രീതിയിലുള്ളൊരു നടപടി ഉണ്ടാകുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത്.